ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. മരമുത്തശ്ശിയുടെ ഉള്ളിലേക്ക്. നാളെ മരമുത്തശ്ശിയുടെ ഉൾഭാഗമാണിത്. തുഷാരഗിരി വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴി ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. താഴെ നമുക്ക് ഇൻഫർമേഷൻ സെൻറ്റർ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് കയറി പോകണം. അപ്പോൾ നമുക്ക് നടക്കാം. നല്ല വെയിലുണ്ട്. ചെറിയ വണ്ടികളൊക്കെ ഇവിടെ ഏതും പാർക്ക് ചെയ്യുക. വലിയ വണ്ടികൾ താഴത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിലാണ് ഈ വാട്ടർഫാൾസ്. ഈ തുഷാരഗിരി എന്നതിൻ്റെ അർത്ഥം വരുന്നത് മഞ്ഞണിഞ്ഞ മലനിരകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. പശ്ചിമഘട്ടത്തിലെ താഴ്വരയിലാണ് കേട്ടോ ഈ വാട്ടർഫാൾസ് നിൽക്കുന്നത്. കേരള വനം വന്യജീവി വകുപ്പ് സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക്. വായിച്ചോളൂ കേട്ടോ എല്ലാവരും. അവനവൻ്റെ ഉത്തരവാദിത്വം അവനവൻ തന്നെ നോക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതവിടെ ടിക്കറ്റ് കൗണ്ടറാണ്. പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുപ്പിവെള്ളം ബാഗിൽ വെച്ചിട്ടുണ്ട്. കടത്തി വിടുമെന്ന് അറിയില്ല, തിരിച്ചു കൊണ്ടുവരാമല്ലോ. വന്യജീവി വാരാഘോഷം 2024 കാടറിയാൻ കാനനയാത്ര 2024 ഒക്ടോബർ 5 ശനി 10 മണിക്കാണ്. ഒക്ടോബറിലാണ് കഴിഞ്ഞു പോയതോ കേസാ. അത്യാവശ്യം ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 11:30 മണിയായിട്ടുണ്ട്. അത്യാവശ്യം തിരക്കായി തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഇതാ. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. വലിയവർക്ക് 40 രൂപ, കുട്ടികൾക്ക് 20 രൂപ, പിന്നെ വിദേശികൾക്ക് 100 രൂപ. ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് ഇവിടെ കൊടുക്കണം. താങ്ക് യു. അങ്ങനെ നമുക്ക് ഇവിടെ അടിപൊളി വഴിയുണ്ട്. അതിൽ സുഖമായി നടന്നു പോവാം. മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്രയ്ക്ക് വെയിൽ പ്രശ്നമല്ല. ഞാൻ മുകളിലേക്ക് പോകുമ്പോൾ എന്താ സ്ഥിതി എന്നറിയില്ല. ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടേക്ക് വരുന്നത്. ഇവിടെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് വാട്ടർഫാൾസ് ചെറുതാണ്. ഒരു പാറയുടെ മുകളിൽ നിന്ന് വരുന്ന വാട്ടർഫാൾസ്. താഴത്ത് കൂടെ അതാ അരുവി പോകുന്നുണ്ട്. സൗണ്ട് കൂടെ കേൾക്കാം. ഇവിടെ ചെറിയൊരു ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫോട്ടോ ലൊക്കേഷനാണ് ഇവിടെ. ഇവിടെ പാറയുടെ മുകളിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അതാ കണ്ടില്ലേ, നല്ല തിരക്കുണ്ട്. നമ്മൾ വന്ന വഴി ഇതാ ബാക്കിൽ കാണാം. ഹലോ ഫ്രണ്ട്സ്, മൈ ബറ്റാലിയൻ 69ൻ്റെ മറ്റൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുഷാരഗിരി. അങ്ങനെ തുഷാരഗിരിയിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കയറ്റം. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഇവിടുന്ന് കേൾക്കുന്നുണ്ട്. ഇവിടെ നടക്കാൻ തണലാണ്, വലിയ കുഴപ്പമില്ല. ഒരുപാട് പേര് ഇതാ പിന്നാലെ പോയിക്കൊണ്ടിരിക്കണു. ഞാനവരുടെ പിന്നിലാണ്. നല്ല രസകരമായൊരു വഴി.
കയറി ചെല്ലുമ്പോൾ നമുക്ക് വാട്ടർഫാൾസ് കാണാം. ഇവിടെ ആളുകൾക്ക് റെസ്റ്റ് എടുക്കാനുള്ളൊരു ഹട്ടുണ്ട്. അങ്ങനെ ആദ്യം കാണുന്ന വാട്ടർഫാൾസാണിത്. ഇനി നിങ്ങൾക്ക് കുളിക്കാനൊക്കെ വേണമെങ്കിൽ അവിടേക്ക് താഴത്തേക്ക് പോയി കുളിക്കുകയൊക്കെ ചെയ്യാം. ഒരുപാട് പേര് അവിടെ കുളിക്കുന്നുണ്ട്. അതെ, പ്രകൃതി സുന്ദരമായ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് ഈ തുഷാരഗിരി വെള്ളച്ചാട്ടം. ഇവിടെ ഒരു തൂക്കുപാലമുണ്ട്. അത് കൂടെ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കണം. താഴെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴത്തു കൂടെ വരുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം ഈ പാറക്കെട്ടുകളിലൂടെ താഴ്ചയിലേക്ക് പോവുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ കാണാം, വലിയ പാറക്കെട്ടുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. മനോഹരമായ ദൃശ്യമാണ്. ദൂരെ വെള്ളച്ചാട്ടം, അതിൻ്റെ മനോഹരമായ ദൃശ്യവും അതിൻ്റെ കാതടുപ്പിക്കുന്ന സൗണ്ടും ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അങ്ങനെ നമുക്ക് നടന്നിട്ട് നമ്മുടെ തൂക്കുപാലം കടന്ന് അപ്പുറത്തേക്ക് പോവാം. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൽ അങ്ങോട്ട് പോവാം. നമുക്കിനി വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിന്ന് പോയി നോക്കാം. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന രണ്ട് നദികളെന്ന് പറയാൻ പറ്റില്ല, അരുവികൾ കൂടിച്ചേർന്ന് ചാലിപ്പുഴ എന്ന നദി ഒരു രൂപം കൊള്ളുകയും ചെയ്യുന്നു. പിന്നെ ആ നദി മൂന്നായി പിരിഞ്ഞ് 3 വെള്ളച്ചാട്ടങ്ങളായിട്ടാണ് പിന്നെ അത് എത്തുന്നത്. നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലം കണ്ടോ, എന്ത് ഭംഗിയാണ് ഇവിടെ ഇരിക്കാൻ തന്നെ. ഇവിടെ ഇരുന്ന് നമുക്ക് ഓരോ നുണക്കഥയും പറഞ്ഞിങ്ങനെ ഇരിക്കാം. മനസ്സിന് നല്ല സമാധാനം കിട്ടും. എന്നിട്ട് കാഴ്ചയും കണ്ടുപിടിക്കുന്ന നുണ പറഞ്ഞിരിക്കാൻ. വെള്ളിപ്പടർപ്പൊക്കെ നിറഞ്ഞ അതിമനോഹരമായ സ്ഥലം കേട്ടോ. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ പ്രകൃതിയിലേക്ക് നമ്മൾ നടന്നു പോകുന്ന പോലെ തോന്നും. നമ്മുടെ വാട്ടർഫാൾസിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ. ഒരുപാട് പേര് താഴെ കുളിക്കുന്നുണ്ട്. ഇവിടെ അപകടമൊന്നും വരില്ല. നല്ല സുഖമായിട്ട് കുട്ടികൾക്കൊക്കെ ഇവിടെ കുളിക്കാം. മഴ കുറഞ്ഞതുകൊണ്ട് വെള്ളച്ചാട്ടത്തിന് അത്ര ശക്തിയില്ല. വളരെ നൈസായിട്ടാണ് വെള്ളം വീഴുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അതിൻ്റെ അടിയിൽ പോയി നിൽക്കാം. നമുക്കിവിടെ താഴത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം. നമുക്കിവിടുന്ന് നോക്കിയാൽ കാണാം ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയി നിന്ന് കുളിക്കുന്ന ആളുകളെ. അങ്ങനെ നമ്മൾ തുഷാരഗിരി വാട്ടർഫാൾസിൻ്റെ താഴത്തെത്തി. ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നനഞ്ഞ പാറയിൽ ചവിട്ടിയാൽ വഴുക്കി വീഴാൻ നല്ല ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നല്ല സൂക്ഷിക്കണം. തുഷാരഗിരിയും പിന്നെ ഞാനും പിന്നെ കുറേ നാട്ടുകാരും. ഇവിടെ നമുക്ക് സന്ദർശിക്കാൻ പറ്റിയ ശരിയായ സമയം ഏതാണെന്ന് വെച്ചാൽ, നമ്മുടെ സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ് ശരിക്കും ഇവിടെ സീസൺ. അപ്പോൾ മാത്രമാണ് ഇവിടെ അത്യാവശ്യം വെള്ളം ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ വെള്ളം കുറയും, വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി വളരെയധികം കുറയും. അപ്പോൾ ആ ടൈമിൽ വന്നാൽ നമുക്ക് നല്ല വെള്ളച്ചാട്ടം കാണാൻ കഴിയും. ഏകദേശം 75 മീറ്ററിൻ്റെ അടുത്ത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഹൈറ്റ് വരുന്നുണ്ട്. ഏകദേശം കുറച്ച് ചെരിഞ്ഞ ലെവലിലാണ് ഈ വെള്ളച്ചാട്ടം നിൽക്കുന്നത്. 3 തട്ടുകളായിട്ടാണ് ഈ വെള്ളച്ചാട്ടം നിൽക്കുന്നത്. ഒന്ന് നമ്മൾ ഈ കാണുന്ന എൻ്റെ തൊട്ട് പിന്നിലുള്ള ഈ വെള്ളച്ചാട്ടം, പിന്നെ ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ടാണ് 2 എണ്ണം വേറെ വരുന്നത്. അങ്ങനെ 3 ലെവലിലാണ് ഈ വെള്ളച്ചാട്ടം താഴോട്ട് വരുന്നത്. പ്രകൃതിയുടെ ഈ സൗന്ദര്യവും അതുപോലെ തന്നെ പ്രകൃതിയുടെ ഈ പച്ചപ്പും
ഈ തണലും ഈ ഇളം കാറ്റും ആസ്വദിച്ചുകൊണ്ട് നമുക്കിവിടെ ഒരുപാട് നേരം ഇരിക്കാം. നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ശബ്ദവും ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയും ആസ്വദിച്ചുകൊണ്ട് മനസ്സിനെ കുളിർമയിലേക്ക് വിട്ടുകൊണ്ട് നമുക്കിവിടെ ഇരുന്ന് കുറേ നേരം നമുക്ക് റിലാക്സ് ആയിട്ട് ഇവിടെ ഇരിക്കാം. ഇവിടെ താന്നിമുത്തശ്ശി പറഞ്ഞൊരു മരമുണ്ട്, വളരെയധികം പഴക്കമുള്ളൊരു മരമാണ്. അപ്പോൾ ഈ വഴിയിലേക്ക് പോയാലാണ് അത്. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ 2 വെള്ളച്ചാട്ടമുണ്ട്, 2ലേക്ക് ആളെ വിടുന്നില്ല, വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി ആ മരം ഒന്ന് പോയി നോക്കാം. ഗ്രേറ്റ് ഹോളോ ട്രീ എന്ന പേരിലാണ് ഈ താന്നിമുത്തശ്ശി അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ പൊള്ളയായ ഒരു മരമാണ് ഈ താന്നിമുത്തശ്ശി. ഏകദേശം 400 വർഷത്തെ പ്രായം ഈ മരമുത്തശ്ശിക്ക് കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ കാണുന്നതാണ് താന്നിമുത്തശ്ശി പറയുന്ന മരം. വളരെയധികം ഹൈറ്റുള്ളൊരു മരം കേട്ടോ, വലിയൊരു മരമാണ്. അതിൻ്റെ ഉള്ളിൽ വലിയൊരു പൊത്തുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാമെന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കതിൽ പൊത്തുകളൊക്കെ കാണാം. അതിൻ്റെ ഉള്ളിൽ ആളുകൾ കയറുന്നുണ്ട്. ഇവിടെ താന്നിമുത്തശ്ശീൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ആളുകൾ തിക്ക് നിരക്കും കൂട്ടുകയാണ്. പലരും അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. തിരക്കൊഴിഞ്ഞിട്ട് നമുക്കൊന്ന് കയറി നോക്കാം. ഏകദേശം 15 മീറ്ററോളം ഹൈറ്റ് ഉണ്ട് ഈ മരത്തിന്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം, മരമുത്തശ്ശിയുടെ ഉള്ളിലേക്ക്. അയ്യോ, ചെറിയ സ്ഥലം കേട്ടോ. അയ്യോ, ഇതിൻ്റെ ഉള്ളിലെത്തി. വലിയൊരു പൊത്താട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുകളിലേക്ക് കാണാം. മുകളിൽ ഹോള് കാണാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ആണ് മരമുത്തശ്ശിയുടെ ഉൾഭാഗമാണിത്. കുറേ പൊത്തുകളാണ്. ഈ ഭാഗത്തൊക്കെ പൊത്താണ് കേട്ടോ മരമുത്തശ്ശീര. അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് മരമുത്തശ്ശീര കേട്ടോ. മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കണ്ട ആകാശം കാണാം ഇതിൻ്റെ ഉള്ളിൽ കൂടെ. അങ്ങനെ നമ്മുടെ മരമുത്തശ്ശിയുടെ ഉള്ളിലുണ്ടോ പിള്ളേരൊക്കെ കയറി അടിപൊളി എൻജോയ് ചെയ്യുന്നുണ്ട്. മരമുത്തശ്ശി ഇതാ. മരത്തിൻ്റെ ഉള്ളിലെ കാമ്പുകളൊക്കെ ഇല്ലാതായിട്ട് പോലും ഈ മരമുത്തശ്ശി ജീവനോടെ നിൽക്കുന്നു എന്നുള്ളതൊരു വലിയ അത്ഭുതം തന്നെയാണ്. ഇതെല്ലാം മുകളിൽ നിന്ന് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്, അവിടെ കയറ്റിവിടുന്നില്ല. വലിയ പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ സ്ഥലം. അപ്പുറത്ത് ഫോറസ്റ്റാണ്, ആനയൊക്കെ വരുന്ന സ്ഥലമാണ് ചില സമയങ്ങളിലൊക്കെ ഇവിടെ. എന്തായാലും അടിപൊളി സ്ഥലമാണ്. വരുമ്പോൾ എന്തായാലും ഈ വഴിയൊക്കെ വരുന്നവർ കാണുക, തുഷാരഗിരി വാട്ടർഫാൾസ് വന്ന് കാണുക. അങ്ങനെ എൻ്റെ പിന്നിൽ കാണുന്നതാണ് നമ്മുടെ മരമുത്തശ്ശി. ഇതാ പിന്നിൽ. മഞ്ഞ് വേണം, മഴയും വേണം, വെയിലും വേണം, ലാവും വേണം, ഇരുട്ടും വേണം, പുലരിയും വേണം, പൂവും വേണം, പുഴുവും വേണം, വേണം വേണം ഞാനും പാരിന്. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ് താന്നിമുത്തശ്ശി. മരങ്ങളും പൂവും ഇലകളും പുഴുക്കളും എല്ലാം അടങ്ങിയ നമ്മളും എല്ലാം അടങ്ങിയതാണ് ഈ പ്രകൃതി. അതിൽ നമ്മളെല്ലാവരും എപ്പോഴും വേണമെന്നുള്ളത് ഒരു പ്രകൃതി നിശ്ചയമാണ്. ആളുകൾ പിന്നെയും കൂട്ടമായി വന്നുകൊണ്ടേയിരിക്കുന്നു. പല നാട്ടിലുള്ളവരും ദൂരത്തു നിന്നുള്ളവരും എല്ലാം നമ്മുടെ ഈ വെള്ളച്ചാട്ടം കാണുവാൻ വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ തൂക്കുപാലത്തൂടെ കയറി അപ്പുറത്തേക്ക് കടക്കാം.
ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്, ഒരുപാട് പേര് വരുന്നുണ്ട്. സാധാരണ നമ്മൾ സ്ഥലം കാണാൻ പോയി കഴിഞ്ഞാൽ അത് കണ്ട് തിരിച്ചു വരിക, അതാണ് നമ്മൾ ചെയ്യാറ്. പക്ഷെ നമ്മളത് ശരിക്കും ആസ്വദിക്കണം. ആ സ്ഥലം അവിടെ ഇരുന്ന് ശരിക്കും ആ പ്രകൃതിയും അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ശരിക്കും കണ്ട് ആസ്വദിക്കാൻ തന്നെ വേണം. ഇവിടെ വാട്ടർഫാൾസ് ഇവിടെ നിന്ന് ഒന്നും കൂടി കാണാൻ നമുക്കിതാ. ഇവിടെ നല്ല തണലുള്ള സ്ഥലമാണ്. നമുക്കിവിടെ കുറച്ച് നേരമൊക്കെ വിശ്രമിച്ച് ഈ വെള്ളച്ചാട്ടം ഇവിടെ ഇരുന്നുകൊണ്ട് കണ്ട് ആസ്വദിച്ച് കണ്ടോ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണാനോ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇരുന്നിട്ട് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ കണ്ടിരുന്ന് ഇങ്ങനെ ആസ്വദിക്കാം. മൈ ബറ്റാലിയൻ 69 യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. എൻ്റെ ഓരോ യാത്രയിലും നിങ്ങൾ എൻ്റെ പങ്കാളികളാവണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും യാത്രയിൽ എൻ്റെ കൂടെ നിൽക്കുക, വീഡിയോകളൊക്കെ കാണുക. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക, എപ്പോഴും കൂടെ ഉണ്ടാകുക. ഓക്കെ, താങ്ക് യു.